ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളും അറിയുന്ന നല്ല ദൈവം നമ്മളോട് ചോദിക്കുന്ന, മാനവകുലത്തോട് ചോദിച്ച ഏറ്റവും മനോഹരമായ ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുക. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, അതിൽ നമ്മൾ കാണുന്നുണ്ട് വഴിയരികിലിരുന്ന് നിലവിളിച്ച അന്ധയാചകൻ. വഴിയരികിലിരുന്ന് അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കെ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവം കേട്ട് അവൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവന് മനസ്സിലായി, ഇതാ യേശു കടന്നു വരുന്നു. അവൻ തിരിച്ചറിയുകയാണ്, ഇത് തൻ്റെ ജീവിതത്തിൻ്റെ സുന്ദരമായ സമയമാണ്. കടന്നു വരുന്നത് യേശുവാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അനേകരെ സുഖപ്പെടുത്തിയ കർത്താവ്. അവൻ അവിടെ ഇരുന്ന് ഉച്ചസ്ഥരം നിലവിളിച്ചു, ഓ ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ചുറ്റും നിൽക്കുന്ന ജനാവലി അവനോട് പറഞ്ഞു, നീ നിശബ്ദത പാലിക്കുക, നിന്റെ ശബ്ദം നീ നിയന്ത്രിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ ആവർത്തിച്ച് അവൻ യേശുവിന് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവനെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യം. ദൈവപുത്രൻ അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? നിൻ്റെ ആഗ്രഹം എന്താണ്? അവനെ അടുത്തിരുത്തി അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ആഗ്രഹങ്ങൾ കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ ദൈവപുത്രൻ അവൻ്റെ അടുത്തിരിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു അവന് കാഴ്ച നൽകി. അവൻ യേശുവിനെ അനുഗമിക്കുവാനും ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മനസ്സിലുണ്ട് ഒത്തിരി ആഗ്രഹങ്ങൾ, നമുക്കുമുണ്ട് ഒത്തിരി പ്രാർത്ഥനകൾ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഈ അടുത്ത നാളുകളിൽ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, യുവത്വത്തിൻ്റെ നാളുകളിൽ വളരെ കഷ്ടതയിലൂടെ ഞാൻ കടന്നുപോയത്, വലിയ ദാരിദ്ര്യവും കഷ്ടതയുമൊക്കെയായിരുന്നു ജീവിതത്തിൽ. ഞാനിങ്ങനെ ആഗ്രഹിക്കും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമോ? നീ വേദപുസ്തകത്തിൽ അനേകരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടില്ലേ? എൻ്റെ ആഗ്രഹം നീ ഒന്ന് യാഥാർത്ഥ്യമാക്കി എൻ്റെ ജീവിതത്തെ നീ ഒന്ന് അനുഗ്രഹിച്ചുയർത്തുമോ? ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ആഗ്രഹിച്ചതിലും ഉപരിയായി ദൈവം എൻ്റെ ആഗ്രഹങ്ങളെ കണ്ടു, അവയെല്ലാം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തന്നു. ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറയും, നമുക്ക് ദൈവത്തിന് നന്ദിയല്ലാതെ പറയുവാനൊന്നുമില്ല. ഒന്നുമില്ലാത്ത നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം ഉയർത്തി അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയ ദൈവത്തിന് നന്ദിയല്ലാതെ ഞാൻ എന്തു പറയും? പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ആഗ്രഹം ഹൃദയത്തിൽ നിന്നാണെങ്കിൽ, അത് നീ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇതിന് സമാനമായ സംഭവം നമ്മൾ കാണുകയാണ്. ആ രണ്ടാമത്തെ യാചകർ വഴിയരിയിലിരുന്ന് നിലവിളിക്കുമ്പോൾ യേശു വീണ്ടും അവരോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? അവർ പറഞ്ഞു, കാഴ്ചയുണ്ടാവണം. പക്ഷേ വചനം ഒരു കാര്യം ശ്രദ്ധേയമായിട്ട് അവിടെ പറയുന്നുണ്ട്, യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണിൽ സ്പർശിച്ചു. നിൻ്റെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ ഉള്ളലിയുന്നവനാണ് യേശു. നിൻ്റെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ ഉള്ള് അലിയാണ്, മെഴുകുപോലെയാകുകയാണ്, അലിഞ്ഞു തീരുകയാണ്. നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരുവാൻ കർത്താവ് തൻ്റെ ഹൃദയത്തെ ഒരുക്കുകയാണ്. ഉള്ളുരുകി ഉള്ളലിഞ്ഞുപോയി യേശു അവരെ ആ സ്നേഹത്തിൻ്റെ തികവിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വലിയൊരു സൗഖ്യം നൽകിയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കുടുംബത്തിൽ ഒത്തിരി ആവശ്യങ്ങളില്ലേ? ചിലർ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒത്തിരി ഉത്കണ്ഠപ്പെടുന്നുണ്ട്. എങ്ങനെയാകും കാര്യങ്ങൾ, എങ്ങനെ മുമ്പോട്ട് പോകും?
അവരുടെ ഭാവി, അവരുടെ പഠനം, ജോലി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനം, അങ്ങനെ നമുക്ക് ഭാരപ്പെടാൻ അനേക കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡാനന്തരം വലിയ ക്രൈസിസിലൂടെ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ധാരാളം മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഓർക്കുക, യേശുവും നിൻ്റെ അടുത്തുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആവശ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന യേശു നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ആഗ്രഹങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമുണ്ട്. അവൻ അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ യേശു ഫിലിപ്പോസിനോട് ചോദിച്ചു, ഈ ജനാവലിക്ക് നമ്മൾ എവിടെ നിന്ന് അപ്പം വാങ്ങും, അല്ലെങ്കിൽ എന്തുമാത്രം അപ്പം വേണം? വചനം പറയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയാണ്, എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ തന്നെ മനസ്സിൽ കരുതി. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ തന്നെ മനസ്സിൽ കരുതി. അപ്പം നമുക്കൊരു പ്രതിസന്ധിയുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, നാളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇടയിൽ നമ്മൾ ഒരു സന്നിഗ്ധ അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അല്ലെങ്കിൽ ചിലരെല്ലാം ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നവരുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, എന്താണ് ശരി, മൊത്തം ഒരു ആശയക്കുഴപ്പത്തിൻ്റെ മധ്യേ നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണമേ, യേശു പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് നേരത്തെ തന്നെ മനസ്സിൽ കരുതി. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ഇത്ര വലിയൊരു ജനാവലിക്ക് ഒരു സമൃദ്ധി കൊടുക്കുമ്പോൾ, അവർക്ക് ഭക്ഷിച്ച് അതിലധികമായവ മിച്ചം വരുമ്പോൾ, ഇതിൻ്റെ പിന്നിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് യേശുവിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. യേശു എന്ത് ചെയ്യണമെന്ന് നേരത്തെ മനസ്സിൽ കരുതി. യേശു മനസ്സിൽ കരുതിയതാണ് അവിടെ സംഭവിച്ചത്. യേശു മനസ്സിൽ എന്തു കരുതിയോ അത് ആ ജനാവലിയുടെ ഇടയിൽ സംഭവിക്കുക, അവിടെ ഒരു അത്ഭുതമായി മാറുകയാണ്. അവരുടെ ആവശ്യങ്ങൾ നിവൃത്തിയാക്കപ്പെടുകയാണ്, അവരുടെ വിശപ്പ് മാറ്റുകയാണ്, അവിടെ ദൈവം പ്രവർത്തിക്കുക. പ്രിയരെ, നമ്മളും മനസ്സിലാക്കുക, നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് ഭാരങ്ങളും അസ്വസ്ഥതകളും ആവശ്യങ്ങളും ഉത്കണ്ഠകളും അധികമായ അളവിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതിന് ചില വ്യക്തമായ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതെല്ലാം എങ്ങനെ ക്രമീകരിക്കണമെന്നറിയാവുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു നേരത്തെ മനസ്സിൽ കരുതിയ. അപ്പോൾ യേശു എന്താണ് മനസ്സിൽ കരുതിയത്, അതാണ് നമ്മളിൽ സംഭവിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ യാഥാർത്ഥ്യമുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യാഥാർത്ഥ്യമാകേണ്ടത്. യേശു മനസ്സിൽ കരുതിയത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം നമ്മൾ തിരിച്ചറിയാണ്, ഈ പ്രശ്നങ്ങളെല്ലാം വലിയ ശാന്തതയിലേക്ക് വന്ന് അതിനൊരു പരിഹാരം കർത്താവ് നമുക്ക് നൽകിയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കണം, യേശു എൻ്റെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കണം. എപ്പോഴും ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ ആയിരിക്കണം, എപ്പോഴും ഞാൻ എൻ്റെ യേശുവിൻ്റെ പക്ഷത്തായിരിക്കണം. യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ മുന്നേറുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, അവിടെ ഒരു കാനാൻ സ്ത്രീയെ വിശുദ്ധ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവൾ യേശുവിൻ്റെ പുറകെ നടന്ന് യേശുവിനൊരു ശല്യമായി മാറിയ അവൾ പുറകെ നടന്നുകൊണ്ട് പറയുന്നു, എൻ്റെ മകൾ ഒരു പിശാച് ബാധിതയിലാണ്, നീ അവൾക്കൊരു സൗഖ്യം കൊടുക്കണം. യേശു ഇത് ഗവനിക്കാതെ മുമ്പോട്ട് പോവുക. ഇതിങ്ങനെ യേശു മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ പറയുകയാണ്, ഗുരു, അവൾ നിന്നെ ശല്യപ്പെടുത്തുന്നത് നീ കാണുന്നില്ലേ, നീ അറിയുന്നില്ലേ? അവൾ ഒരു ശല്യം പോലെ യേശുവിൻ്റെ കൂടെ കൂടി. യേശു അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അവൾ പറഞ്ഞു, കർത്താവേ, യജമാനന്മാരുടെ മേശയുടെ കീഴേക്ക് വീഴുന്നത് നായ്ക്കൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലുതാ, നീ പൊയ്ക്കൊള്ളുക, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും. ഈശോ അവൾക്ക് കൊടുത്ത അനുഗ്രഹം, അവൾക്ക് കൊടുത്തൊരു ബ്ലെസ്സിങ്, അവൾ എന്താഗ്രഹിക്കുന്നോ അതവിടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. അവൾ ആഗ്രഹിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ പിശാചുബാധിത വിട്ടുപോകണം. ആ നിമിഷം അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുകയാണ്, ഇതാ അവളുടെ കുഞ്ഞ് പിശാചുബാധിത എന്ന് വിമോചിതയായി അവൾ സുഖമുള്ളവളായിരിക്കുന്നു.
അവൾ യേശുവിനെ സ്വന്തമാക്കി. യേശുവിൻ്റെ അനുഗ്രഹത്തെ അവൾ പ്രാപിച്ചു. യേശു അവൾക്ക് കൊടുത്ത അനുഗ്രഹം നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, നാളെയെക്കുറിച്ച് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. നല്ല സ്വപ്നങ്ങൾ നമുക്കുണ്ടാവണം. നമ്മൾ എന്നും കഷ്ടതയെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. നമ്മളെന്നും പ്രതിസന്ധിയിലെക്കുറിച്ച് നോക്കി ഭാരപ്പെട്ടല്ലേ ഇരിക്കേണ്ടത്. നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ജെറിക്കോ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന ചില പ്രതികൂലങ്ങളുണ്ടാകാം. പക്ഷേ അടുത്ത നിമിഷം വിശുദ്ധ വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ, ദൈവം പ്രവർത്തിച്ചപ്പോൾ ഈ ഉയർന്നു നിന്ന ജെറിക്കോയുടെ മതിലുകൾ ഒരു നിമിഷം കൊണ്ട് നിലം പരിശായി മാറി. ദൈവം വലിയവനാണ്, ദൈവശക്തനാണ്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ യേശു നമ്മുടെ കൂടെയുണ്ട്. ആ യേശുവിനോട് കൂടെയാണ് നമ്മൾ മുന്നേറേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ നമ്മളൊന്ന് നന്നായി സ്നേഹിക്കണം. ജീവിതത്തെ നമ്മൾ കുറെ കൂടി ഒന്ന് ആദരവോടെ, ബഹുമാനത്തോടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറയും, ആരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ നന്മകളോ അനുഗ്രഹങ്ങളോ പ്രാപിക്കാത്ത ഒരു വ്യക്തി പോലുമില്ല. ആ ദൈവം നമ്മളോട് പറയാണ്, നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുവാൻ ഞാനുണ്ട്. 115 സങ്കീർത്തനം അതിൻ്റെ 12 തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിന് എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും അവൻ മനസ്സിലാക്കുന്നുണ്ട്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അവിടെ ബെത്സയിദ കുളക്കടവിൽ തളർന്നു കിടന്നൊരു മനുഷ്യനുണ്ട്. അവനെ ശ്രദ്ധിക്കാൻ ആരുമില്ല. അവൻ്റെ അടുത്ത് യേശു വന്ന് ചോദിച്ചു, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം വളരെ നാളുകളായി അവനവിടെ കിടപ്പിലാണ് എന്ന് യേശു അറിഞ്ഞു. അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്. അവിടെ കിടക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു സങ്കടമുണ്ട്. അവനൊരാഗ്രഹമുണ്ട്, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഈ ആഗ്രഹം അവന് പറയാൻ ആളില്ല, അവനെ ശ്രവിക്കാൻ ആളില്ല, അവൻ്റെ കൂടെ ഇരിക്കാൻ ആരുമില്ല. പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൂരെ നിന്ന് കർത്താവ് മനസ്സിലാക്കിയാണ്, യേശു മനസ്സിലാക്കിയാണ്. ഒരു പക്ഷേ യേശു ആ ബെത്സയിദ കുളക്കടവിലേക്ക് നടക്കാൻ ഏക കാരണം അവിടെ കിടക്കുന്ന ഈ തളർവാദ രോഗിയായ മനുഷ്യൻ്റെ ഉള്ളിലെ ആഗ്രഹം അവൻ്റെ കാതുകളിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടാകാം. യേശു അവിടേക്ക് കടന്നില്ല. അവനോട് ചോദിച്ചു, നിനക്ക് ആഗ്രഹമില്ലേ സുഖം പ്രാപിക്കാൻ? എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അണപൊട്ടി ഒഴുകുന്ന ദുഃഖമാ, സങ്കടമാ. അവൻ്റെ ജീവിത അവസ്ഥയെക്കുറിച്ച് അവൻ പറയും, എനിക്കാരുമില്ല. കർത്താവിൻ്റെ ഹൃദയം തകരും. എനിക്കാരുമില്ല എന്ന് ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ ദൈവം അവിടെ ഇറങ്ങി വരിക, അവനോട് ചേർന്ന് നിൽക്കുക. ദൈവം അവൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കും. ആ ദൈവം അവനോട് ചേർന്ന് നിൽക്കും. അവനോട് ചേർന്ന് നിൽക്കിയ ദൈവം അവനോട് പറയും, ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്. നീ നിൻ്റെ കിടക്കയും എടുത്ത് ഭവനത്തിലേക്ക് മടങ്ങുക. പ്രിയപ്പെട്ടവരെ, അവൻ ചാടി എഴുന്നേൽക്കുക. അവൻ ലോകം കീഴടക്കിയൊരു യോദ്ധാവിനെ പോലെ, ഒരു ശ്രീലാളിതനായ വ്യക്തിയെപ്പോലെ അവൻ മടങ്ങിപ്പോവുകയാണ്. അവൻ്റെ ആഗ്രഹത്തെ കണ്ട കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ യേശു കാണുന്നുണ്ട്. നിൻ്റെ കുടുംബത്തെ ആഗ്രഹത്തെ കർത്താവ് കാണുന്നുണ്ട്. നിൻ്റെ ആവശ്യങ്ങൾ അവൻ അറിയുന്നുണ്ട്. നിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കി തരണമെന്ന് യേശുവിനറിയാം. നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ മുമ്പിൽ എന്താണ്? വഴികളില്ല. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ പരിമിതമാണ്, ആവശ്യങ്ങളോ വളരെ വലുത്. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത വിധം നമ്മൾ വിഷമിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ യേശു പറയാം, നീ എൻ്റെ അടുക്കലേക്ക് വാ, നീ എൻ്റെ അടുക്കലേക്ക് വാ, നിൻ്റെ ആവശ്യങ്ങളുമായി എൻ്റെ അടുക്കലേക്ക് വാ. നിനക്കുള്ളത് നീ എൻ്റെ കയ്യിൽ താ, നിനക്കുള്ളത് അത് നീ താ. പ്രിയപ്പെട്ടവരെ, അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഉള്ളത് കൊടുക്കുന്നിടത്ത് യേശു പ്രവർത്തിക്കുക. അതിനാൽ എല്ലാവരും ഇന്ന് കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളതെന്താണോ അത് ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയോട് പറയുക, എൻ്റെ ആവശ്യം ഇതാ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം ഇതാ, എൻ്റെ മക്കളുടെ ഭാവി നീ അറിയുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ പല പല ആവശ്യങ്ങൾ നീ അറിയുന്നു,
ഈ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത വിധം ഞാൻ തളർന്നു പോയിട്ടുണ്ട് കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവർ പല പല ആവശ്യങ്ങളുമായി എൻ്റെ അടുക്കൽ ഓടി വരുമ്പോൾ ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നിനക്കത് പൂർത്തീകരിക്കാൻ പറ്റാതെ നീ വിഷമിച്ച് തളർന്നിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിൻ്റെ അവരെ ഒന്ന് നയിക്കുവാൻ പറ്റാത്ത വിധം നീ തളർന്നു പോയിട്ടുണ്ടോ? അവരെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ പറ്റാത്ത വിധം നീ ഇന്ന് തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? യേശു നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. യേശു നിന്നെ പ്രവർത്തിക്കും. യേശു പറയാണ്, എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതി. ഓരോ വ്യക്തിയുടെ ആവശ്യങ്ങളിലും എങ്ങനെ ഇടപെടണമെന്ന് യേശു ക്രിസ്തുവിനറിയാം. ആഗ്രഹങ്ങളെ മാനിച്ചുകൊണ്ട് ഈശോ ഇടപെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ആരെല്ലാം ആഗ്രഹിച്ച് കടന്നു നിന്നിട്ടുണ്ടോ അവരുടെ ജീവിതം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെ അവൻ സാധീകരിച്ചിട്ടുണ്ട്, അത് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. വെറും കൈയോടെ അവൻ മടക്കി വിടുന്നവനല്ല ദൈവം. നിനക്കാവശ്യമുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. നിനക്കൊരു പിതാവുണ്ട്, സ്വർഗത്തിലെ ദൈവം നിനക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് നിൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നവനാണ് യേശു. ആ അന്ധയാചകൻ പ്രാർത്ഥിച്ചതുപോലെ, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്നുള്ളൊരു പ്രാർത്ഥന യേശുവിനെ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനുള്ള വഴി തുറന്ന്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചുകൊണ്ട് ദൈവപുത്രൻ അവൻ്റെ മുമ്പിൽ കരങ്ങൾ വിടർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് വിശുദ്ധ വേദപുസ്തകം ഈ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം ഈശോയോട് പറയും. കർത്താവേ, എൻ്റെ ഈ ആവശ്യത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ ഈ ആഗ്രഹങ്ങളുടെ മേൽ, എൻ്റെ മക്കളുടെ ഈ നിയോഗങ്ങളുടെ മേൽ ഈശോയെ നീ ഒന്ന് പ്രവർത്തിക്കണമേ. നീ ഞങ്ങളെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചത് ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. ആമേൻ.